നാഗർകോവിൽ പട്ടണത്തിൽ നിന്നും കുറച്ചു മാറി വലിയൊരു തടാകത്തിൻ്റെ കരയിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത്. ഇറച്ചിക്കുളം എന്ന ഈ തടാകത്തിൻ്റെ പേരിൽ തന്നെയാണ് ഈ സ്ഥലവും അറിയപ്പെടുന്നത്. ഈ തടാകത്തിൻ്റെ പ്രാദേശികമായ പേര് അമ്മൻകുളം എന്നാണ്. തടാകത്തിൻ്റെ കരയിലായി നങ്കൈ അമ്മന് സമർപ്പിച്ചിരിക്കുന്ന ഒരു അമ്പലമുണ്ട്. നങ്കൈ അമ്മൻ എന്നത് ഒരു പ്രാചീന ദ്രാവിഡ ദേവതയാണ്. ഒരിക്കൽ വനപ്രദേശമായിരുന്ന ഇവിടെ വലിയ ഒരു പാമ്പ് ഗ്രാമവാസികളെ ഭയപ്പെടുത്തുമായിരുന്നു. ഗ്രാമവാസികളുടെ വിഷമം മനസ്സിലാക്കിയ നങ്കൈ അമ്മൻ തടാകത്തിൻ്റെ തീരത്ത് പ്രത്യക്ഷപ്പെടുകയും ആ പാമ്പിനെ തൻ്റെ ശക്തിയാൽ അടക്കി ഈ തടാകത്തിൽ തന്നെ അടിച്ചമർത്തുകയും ചെയ്തു. അന്നു മുതൽ ഈ തടാകം അമ്മൻകുളം എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി. മുന്നോട്ട് സഞ്ചരിച്ചു പോകുമ്പോൾ തടാകത്തിന് വലതുവശത്ത് താഴെയായി വിശാലമായ നെൽവയലുകളിൽ കൊയ്ത്ത് നടക്കുന്നു. ആ കാഴ്ച കുറച്ചുകൂടി അടുത്തേക്ക് പോയി കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ റോഡിൽ നിന്നും വളരെ താഴെ ആയാണ് ആ നെൽവയലുകൾ. മാത്രവുമല്ല അവിടേക്ക് ഇറങ്ങിപ്പോകാൻ വഴിയും ഇല്ല. കുറച്ചുകൂടി മുന്നിലെത്തിയപ്പോൾ അവിടെ റോഡിനോട് ചേർന്നുള്ള ഒരു വയലിലേക്ക് കൊയ്ത്തന്ത്രം ഇറങ്ങിപ്പോകുന്നത് കണ്ടു. നട്ട് 3 മാസങ്ങൾക്കുള്ളിൽ കൊയ്യാവുന്ന തരം നെൽവിത്തിനമാണ് ഇവിടെ ഈ വയലുകളിൽ കൃഷി ചെയ്തിരിക്കുന്നതെന്ന് അവിടെയുള്ളവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി. 1 ഏക്കർ സ്ഥലം കൊയ്ത് തീർക്കാൻ ഈ യന്ത്രത്തിന് 1 മണിക്കൂർ സമയം മതിയാകും എന്നും അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. യന്ത്രക്കൊയ്ത്ത് നടത്തുമ്പോൾ പാടങ്ങളിൽ വൻതോതിൽ നെല്ല് കൊഴിഞ്ഞു വീണ് നഷ്ടപ്പെടും എന്നാണ് ഇവിടെയുള്ള കർഷകർ പറയുന്നത്. എന്നാലും കൊയ്ത്തുകാരെ കിട്ടാനില്ലാത്തതിനാൽ യന്ത്രങ്ങൾ തന്നെയാണ് ആശ്രയം. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു ട്രാക്ടർ അവിടേക്ക് വന്നു. കൊയ്ത്തിന് ശേഷം ആ നെല്ല് കൊണ്ടുപോകാനായി വന്നതായിരുന്നു ആ ട്രാക്ടർ. പിന്നെയും കുറച്ച് സമയത്തിനുള്ളിൽ ആ വയലിലെ കൊയ്ത്ത് അവസാനിച്ചു. കൊയ്ത്തന്ത്രം ട്രാക്ടറിനടുത്തേക്ക് വന്ന് അതിലേക്ക് നെല്ല് നിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ നെല്ല് വീഴുമ്പോൾ ഉയരുന്ന പച്ച നെല്ലിൻ്റെ മണം ഇപ്പോഴും എനിക്ക് ചുറ്റും നിറയുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ മനസ്സിനെ അത്രയും സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ച നേരിട്ട് കാണുന്നത്. നമ്മുടെ നാട്ടിലെ ജലാശയങ്ങൾ മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുമ്പോൾ ഇവിടെ അവർ എത്ര നല്ല രീതിയിലാണ് ജലാശയങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ നെൽവയലുകൾ ചതുപ്പുകളായി മാറിയപ്പോൾ ഒരു തവണ പോലും മുടക്കമില്ലാതെ ഇപ്പോഴും നെൽവയലുകളിൽ അവർ കൃഷി തുടരുന്നു എന്നത് അത്രയും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. തൽക്കാലത്തേക്ക് വയൽ കാഴ്ചകൾ അവസാനിക്കുന്നു. മറ്റൊരു യാത്രാ വീഡിയോയുമായി വൈകാതെ വീണ്ടും കാണാം.